അവന് കോടീശ്വരന്റെ കിടപ്പ് കണ്ടില്ലേ? ഇവൻ എന്താ ദീപശിഖയുമേന്തി ഒളിമ്പിക്സിന് ഓടാൻ പോകും? അവനിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക, കിതക്കണ കണ്ടില്ലേ? എടാ പറ്റായി കിടക്കണ പട്ടി പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ഇതെന്താ നിന്റെ അപ്പന് ചിലപ്പതികാരം കിട്ടിയതാ? എന്തിനിപ്പ അങ്ങനെയൊക്കെ പറയണേ? മണി എത്രയാടാ പന്നി? 6 മണി കഴിഞ്ഞല്ലോ. എഗ്രിമെന്റ് പ്രകാരം 6 മണി വരെ ഈ ബംഗ്ലാവിൽ നിനക്ക് കോടീശ്വരന്റെ സ്ഥാനവും അധികാരവും ഉള്ളൂ. ഉടമ്പടി കഴിഞ്ഞു. ഉടമ്പടി കഴിഞ്ഞ? ഉടമ്പടി അല്ലാതെ ചാടാപ്പള്ളി, ഉടമ്പടി. അരഞ്ഞാണോ അണ്ടർവെയർ ഒഴിച്ച് ബാക്കിയെല്ലാം മുതലാളിയുടെ സ്വന്തം. എന്നിട്ടും കോടീശ്വരന്റെ വേഷം കെട്ടിയപ്പോ എന്തായിരുന്നു അഴിഞ്ഞാട്ടം? വെറുതെ ഒന്നല്ലല്ലോ, കാശണി തന്നിട്ടല്ലേ. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഇമ്മോറൽ ആവല്ലേ? എന്തേ? അതായത് ഈ വികാര പരിചരിതരാവരുത്. ഞാനിവിടെ സ്ഥിരം വരുന്ന കസ്റ്റംസ് അല്ലേ. എങ്ങനെ കസ്റ്റംസ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വരുന്ന ആളല്ലേ? അത് മനസ്സിലായി. അടുത്ത മലയാള മാസം ഒന്നാം തീയതി നമ്മൾ കണ്ടതല്ലേ? അയ്യടാ, ഗുരുവായൂർ അമ്പലത്തിൽ പോണെങ്കിൽ ഇവിടന്നേ തലകുമ്പിട്ട് തൊഴുതു പോണോ? പടച്ചോൻ എന്തിനാണോ ഗുരുവായൂർ അമ്പലത്തിൽ പോണത്? അതെ, പറച്ചോ നിന്റെ ബാപ്പ. എന്റെ ഇരട്ട പേര് വിളിച്ച് കളിയാക്കണ്ടല്ലോ. അടിച്ചിട്ട് നിന്റെ സിബിട്ടിട്ടില്ല. സോറി, മറന്നുപോയതാ. അയ്യോ, ഇതെന്താ കയ്യിലൊരു കെട്ട്? ഓർമ്മിപ്പിച്ചത് നന്നായി. മറക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയതാ. വാങ്ങിച്ച തിരിച്ചു തരണമല്ലോ. ഉടമ്പടിയിലില്ലാത്ത കാര്യമാ. മനസ്സിലായില്ല? ഇന്നലത്തെ ഡൈനിങ് ടേബിൾ ഒന്ന് മാറിയേ. ഇന്നലത്തെ ടച്ചിങ്സ് എല്ലാം അടിച്ചു വെച്ചിട്ട് ഇറങ്ങി പോടാ. വാ മക്കളെ. അയ്യോ, മോളുടെ കയ്യാണല്ല. ചെന്ന് നോക്കിയേ. കണ്ടോ? ഇതെന്തോ പറ്റി വസന്തരോഗം പിടിവിട്ട കോഴികളെ പോലെ. ഒന്ന് വേഗം നടന്നേ. വീട്ടിൽ ചെന്നിട്ട് വേണം വീണ്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ. പിള്ളേരല്ലേ, മേളവും പൂരവും കഴിഞ്ഞ പറമ്പ് പോലെ അവരുടെ മനസ്സ്. 3-4 ദിവസം എടുക്കുന്നു നേരെ ആവാൻ. അപ്പോഴേക്കും അടുത്ത മാസം 1-ാം തീയതി ആവുമല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞു. അടുത്ത മാസം മലയാള മാസം 1-ാം തീയതി വീണ്ടും കൂട്ടി. നന്ദിയില്ലാത്ത പട്ടികളെ മക്കളെ. അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? നീ നന്ദിയില്ലാത്ത പട്ടിയാണെന്ന്. ഇനി എന്നാ അങ്കിളെ നമ്മളാ ബംഗ്ലാവിലേക്ക് പോവാ? മക്കളെ, നമ്മൾ അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല. അല്ലുമുറിയെ എല്ലെടുക്കണം, എല്ലുമുറിയെ പണിയെടുക്കണം, അധ്വാനിയാവണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ മുതലാളിക്ക് ആ ബംഗ്ലാവ് എന്റെ പേരിലേക്ക് എഴുതി തന്നൂടെ? അല്ലേ മോളെ? ആരോട് പറയാ? എന്താ വീട്! എന്റെ തിരുപ്പതി എഴിമല വെങ്കടേശ രക്ഷിക്കണം. ആ കസേരയിലിരിക്കണ്ട, എന്റെ കാല് വെപ്പാ. ഇത് തന്നെ അവിടുത്തെ പ്രശ്നം. സെക്കൻഡ് ഹാൻഡ് വിളിക്ക് എന്ത് കിട്ടിയാലും വാങ്ങിച്ചു കൂട്ടിക്കോളും. ഒക്കെ ഹാൻഡിക്യാപ്ഡ്. വൃത്തിയോട് പറയുന്നോടാ, വൃത്തിയോട്ടവനെ. നിന്നെ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്ന ഇതുപോലത്തെ വായിക്കൊള്ളാത്ത വർത്താനം പറയാനാണ്. ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ അംഗവൈകല്യം. ഓ, അങ്ങനെ. ശരിയാ. നമ്മുടെ മനസ്സും സ്വപ്നം പോലെ ഇതുങ്ങളും വികലാംഗര. നിന്നോട് പലവണ പറഞ്ഞില്ലേ കസേര ഇരിക്കരുത്. നിനക്ക് വേറെ എവിടെയെങ്കിലും കെട്ടിയെടുത്തു. ആ ബംഗ്ലാവിലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. അടുത്ത ജന്മെങ്കിലും നമ്മൾ അവിടെ ജനിച്ചാൽ മതിയായിരുന്നു. മോളെ, തലയിണ മറന്ന് എന്നെ തേക്കരുത്. ഈശ്വര, കേട്ടില്ലേ തിരുപ്പതി ഭവാനെ അവരുടെ ദുഃഖം? ഇവർക്ക് വേണ്ടി എന്നെ മാസത്തിൽ ഒരിക്കലെ കോടീശ്വരനാക്കാതെ ഈ ജന്മം മുഴുവൻ കോടീശ്വരനാക്കാനുള്ള യോഗം അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തന്ന ഞാൻ അങ്ങേക്ക് വേണ്ടി അവന്റെ തല മൊട്ടയടിപ്പിച്ചേക്കാം. 3 തവണ ഞാൻ മൊട്ടയടിച്ചു. ഇനി എന്നെ കിട്ടില്ല. മോളെ നീ ഇല്ല അങ്കിൾ, ഇനി ഒരു ബലിയാടാവാൻ എന്നെ കിട്ടില്ല. ഞാനും 2 തവണയായി. പെട്ടെന്ന് അങ്കിളിന് ഒരു അത്യാവശ്യം വന്നാ മോട്ട തല പോയി. എന്റെ തിരുപ്പതി ഭഗവാനെ, മൊട്ടക്കൊക്കെ എന്താ വില! പ്ലീസ് എന്നോട് ചോദിക്കരുത്, ഞാൻ തരില്ല. നമസ്കാരം പക്ഷിമൃഗാദികളെ. ഇന്നെന്താ ശബ്ദത്തിനൊരു ഗൗരവം? ഇതെന്താ റിബണൊക്കെ? ആ പിള്ളേരുടെ പണിയായിരിക്കും. ഇന്ന് ആരൊക്കെ മുട്ടയിട്ടു? ഇത് കാരുടെ മുട്ടയാ? തൊട്ട് കാണിക്കേ. ഇട്ടിരിക്കണ കോഴിമുട്ടയാണല്ലോ. മുട്ടയമ്മ ചുണ്ടും മുട്ടയമ്മ ലവും. ഇതെന്താ മുട്ടയിട്ട് പ്രേമിക്ക? സത്യം പറ, ഇതിലാർക്കാ എന്നോട് പ്രേമം? ഒരു പൂവനെയും വെറുതെ വിടില്ലല്ലേ? കുട്ടികളുള്ള വീടായത് വഴിതെറ്റിക്കാനായിട്ട്. മേയല്ല, ഏപ്രിലേത്. ആർക്കാ അവിടെ മാസം അറിയേണ്ടത്? ഇതാരുടെ
കാലത്തെ തന്നെ തോന്നിയാസങ്ങൾ എഴുതിയും വരച്ചും എന്റെ മിണ്ടാപ്രാണികൾ ഇങ്ങനെ വഴിതെറ്റിക്ക. എന്താ നിനക്കിന്ന് പൂക്കച്ചവടൊന്നുമില്ലേ? എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അപ്പുറത്തെ പിള്ളേരൊക്കെ ഉണ്ട്. ഓ നീക്ക് ഭയങ്കര അഹങ്കാര. ഒരു കോടീശ്വരന്റെ ഗമേല. ഗമയൊന്നും അല്ല, സത്യം പറഞ്ഞ പേടിച്ചിട്ടാ. പഴയ പോലെ ഒന്നും അല്ല. ചില കൊടകന്മാർക്ക് മലയാളികളെ കണ്ടാ പിടിക്കില്ല. അതുകൊണ്ടാ നീ പൊക്കോ. എന്റെ സമ്മാനം കിട്ടിയാ ഞാൻ പൊക്കോളാം. സമ്മാനോ? ഇപ്പഴാ? ആരെങ്കിലും എവിടെന്നെങ്കിലും വന്ന് കണ്ടാ? കിട്ടിയാലേ പോവുള്ളൂ. ഇതിനൊരു നേരം കാലമൊക്കെ ഉണ്ട്. എങ്കി വേണ്ട, വൈകിട്ട് ആടാനും പാടാനും എന്നെ നോക്കണ്ട, ഞാൻ പോവാ. ഏയ് നീ എന്റെ തലയും കൊണ്ടേ പോവുള്ളൂ. ഇനി നിനക്ക് എന്താ വേണ്ടേ? ഇപ്പഴാ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. നമസ്കാരം ഒന്നും വേണ്ട. നിന്റെ മുന്നിൽ വന്ന് ഓച്ചാനം ചെയ്യുന്ന പാട്ട കുലുക്കിയാലേ ഭിക്ഷ തരുള്ളൂന്നുണ്ടോ? ഏത് വകുപ്പിലാണ് ഞാൻ നിങ്ങൾക്ക് കാശ് തരേണ്ടത്? സർക്കസുകൾ പലതും കളിച്ച് ഞാനിവിടെ കഴിഞ്ഞുകൊണ്ടെന്ന് തിണ്ണമെടുക്ക് കാണിച്ച് ചുങ്കപ്പരുവിന് ആരും വന്നാലും എന്റെ കയ്യിൽ നിന്ന് ഒരു ചില കാശിട്ടില്ല. നോട്ടിയാ ഉടകന്റെ മണ്ണി കിടന്നോടാ നീ കുറയ്ക്കുന്നത്? അവനെ തൊട്ടുപോകരുത്. സംരക്ഷിക്കാനോ അതോ സ്വന്തം പള്ള വീർപ്പിക്കാനോ? എന്തിനാ ഈ ഗുണ്ടാപ്പിരിവ്? നമുക്ക് കൊടക് രാജ്യത മുക്തിക്ക് ദുട്ട് കളക്ഷനിക്ക് ബന്ധിയ മണ്ണിന്റെ പേരും പറഞ്ഞ് മനുഷ്യരെ തമ്മിലടുപ്പിച്ച് ചോര ഓടിക്കാൻ നടക്കുന്നു. ക്ഷാത്രവീര്യമുള്ള ക്ഷത്രിയനാണ് കൊടകൻ. നപുംസകമാകരുത്. ഇനിമേലത് ആവർത്തിച്ചാൽ ഈ ഗോപ്പണ്ണയ്ക്ക് ആ പഴയ ഊരുതെക്കന്റെ പ്രാകൃത നിയമം നടപ്പാക്കേണ്ടി വരും. പോകാൻ പോകാനാ പറഞ്ഞത്.